അമ്പലപ്പുഴയിൽ KSRTC സ്വിഫ്റ്റ് ബസ് തടഞ്ഞ ഡ്രൈവറെയും കണ്ടക്ടറെയും ആക്രമിച്ച കേസിൽ ഒരു CPM നേതാവിനെ കൂടി പ്രതി ചേർത്തു. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവും DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അജ്മൽ ഹസനെതിരെയാണ് കേസെടുത്തത്. സലാം MLAയുടെ ഓഫീസ് സ്റ്റാഫ് അംഗമാണ് അജ്മൽ. KSRTC ജീവനക്കാരെ മർദ്ദിച്ച മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് കുട്ടിയെ CPM 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള അതിക്രമമാണ് അവർക്കെതിരെ, ഈ ബസ് ഡ്രൈവർക്കെതിരെയൊക്കെ ഉണ്ടായത്. നമ്മളത് വിശദമായി തന്നെ വാർത്ത നൽകിയതാണ്. ഏത് സാഹചര്യത്തിലാണ് CPM ഇപ്പോൾ നടപടിക്ക് നിർബന്ധിതരായിരിക്കുന്നത്? രേണുക, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട KSRTC സ്വിഫ്റ്റ് ബസിന്റെ മുന്നിലാണ് മദ്യലഹരിയിൽ കാറ് കിലോമീറ്ററുകളോളം ഓടിക്കുകയും പിന്നീട് KSRTC ജീവനക്കാരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൽ KSRTC ജീവനക്കാരെയും യാത്രക്കാരെയും മർദ്ദിച്ചതിന് പുറമെ പോലീസിനെയും മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലാണ്, അതായത് മദ്യലഹരിയിൽ പോലീസിനെ മർദ്ദിച്ചു, ഒപ്പം തന്നെ KSRTC ജീവനക്കാരെയും യാത്രക്കാരെയും മർദ്ദിക്കുകയും ഒപ്പം തന്നെ യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന കാര്യത്തിലാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. അമ്പലപ്പുഴ പോലീസാണ് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആദ്യഘട്ടത്തിൽ വളരെ കുറഞ്ഞ വകുപ്പുകൾ മാത്രമാണ് ഇതിനകത്ത് ഇട്ടിരുന്നത്. പിന്നീട് ഈ കാര്യങ്ങൾ വാർത്തകൾ അടക്കം വരികയും വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തതോടുകൂടി ഒരു പടി കൂടി കടന്ന് പോലീസ് കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയും ചെയ്തു. ഇത് പോലീസുകാർക്ക് തന്നെ വലിയ അമർഷമുണ്ടായിരുന്നു. അതായത് പോലീസുകാർ ഉൾപ്പെടെ മർദ്ദിക്കപ്പെട്ടിട്ടും അതിനകത്ത് വേണ്ട രീതിയിലുള്ള ഒരു നടപടി പോലീസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ കേസ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് അമ്പലപ്പുഴ പോലീസിൽ നിന്നും അന്വേഷണ ചുമതല മാറ്റി ഇപ്പോൾ നോർത്ത് CIക്കാണ് ജില്ലാ പോലീസ് മേധാവി ഈ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ കേസ് തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഇത്തരമൊരു ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സംഭവം നടന്നത്. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, അജ്മൽ അതിനകത്തുണ്ട് എന്നുള്ളത്. അത് അമ്പലപ്പുഴ MLAയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് അജ്മൽ. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അജ്മലും മറ്റ് ചില പാർട്ടി പ്രവർത്തകരും അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പ്രശാന്താണ് അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ പ്രശാന്തിനെതിരെ മാത്രമാണ് ആദ്യം കേസ് എടുത്തത്. ഇപ്പോൾ എന്തായാലും ഈ കേസ് നോർത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഇപ്പോൾ അജ്മലും മറ്റൊരു CPM പ്രവർത്തകരും കൂടി പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അജ്മൽ കഴിഞ്ഞ ദിവസം ചേർന്ന അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പക്ഷേ അജ്മലിനെതിരെയോ മറ്റുള്ളവർക്കെതിരെയോ നടപടി ഉണ്ടായില്ല. പ്രശാന്തിനെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. അതും ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കാരണം പരസ്യമായാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് KSRTC ജീവനക്കാരടക്കം മൊഴി നൽകിയിട്ടുണ്ട്. എന്നിട്ടും നടപടി എടുക്കാത്തതിനുള്ള പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നോർത്ത് പോലീസ് അജ്മലിനെയും മറ്റൊരു CPM പ്രവർത്തകനെയും കൂടി പ്രതി ചേർത്തുകൊണ്ട് പ്രതിപട്ടിക പുതുക്കിയിരിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയത്.